റിപ്പോർട്ട് ബ്രേക്കിംഗ്. പി കെ ശശിയെയും എ സുരേഷിനെയും UDF സ്ഥാനാർത്ഥികളാക്കരുതെന്ന് പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. ഇരുവരെയും മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗം കുമാരസ്വാമി കോൺഗ്രസ് നേതാക്കൾക്ക് കത്തു നൽകി. ലൈംഗികാരോപണം നേരിട്ട പി കെ ശശിയെ മത്സരിപ്പിക്കരുതെന്നാണ് ആവശ്യം. മലമ്പുഴയിൽ വിജയസാധ്യതയുള്ള നിരവധി പേർ മുന്നണിയിൽ തന്നെയുണ്ടെന്നും ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്നുമാണ് ആവശ്യം. മലമ്പുഴയിലുള്ളവരെ പരിഗണിച്ചില്ലെങ്കിൽ മണ്ഡലം ഒരിക്കലും കോൺഗ്രസ് തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നും കുമാരസ്വാമി റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുതിയതായിട്ട് ഈ അധികാരത്തിൻ്റെ ഇന്നലെ വരെ UDF-നെ കോൺഗ്രസിനെയൊക്കെ വിമർശിച്ചിരുന്ന ആളുകൾ പാർട്ടിയിലേക്കും UDF നേതൃത്വത്തിലേക്കും കടന്നു വരുമ്പോഴേക്കും അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് അതിനെതിരാണ്. ധാരാളം പരിണിതപ്രജ്ഞരായ ഒട്ടനവധി നേതാക്കൾ ആ ജില്ലയിൽ തന്നെ ഉണ്ടായിരിക്കെ ഇങ്ങനെയുള്ള വരുന്ന ആളുകളെ വന്ന ഉടനെ തന്നെ ഈ നിയമസഭാ സീറ്റിലേക്കാണെങ്കിലും ലോക്സഭാ സീറ്റിലേക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അധികാര സ്ഥാനങ്ങളിലേക്ക് സീറ്റ് കൊടുക്കുന്നതിന് മുൻ KPCC എക്സിക്യൂട്ടീവ് അംഗം എന്നുള്ള നിലയ്ക്ക് എതിരാണ്. ഇറക്കുമതി സ്ഥാനാർത്ഥികൾ പാലക്കാട് വേണ്ട എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്ക്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ഇത് പരസ്യമായ പ്രതികരണമാണ്. ഇത് പാർട്ടിയിലും ഇക്കാര്യം അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞോ? സ്മൃതി, അതായത് ഈ പി കെ ശശിയും എ സുരേഷിനെയും എല്ലാം UDF സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നേരത്തെ രഹസ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്യമായി രംഗത്തേക്ക് വരാതെയുള്ള നീക്കങ്ങളായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പരസ്യമായി വന്നുകൊണ്ട് പി കെ ശശി അതുപോലെ തന്നെ എ സുരേഷെ പോലുള്ള ആളുകളെ ഒരിക്കലും UDF-ന്റെ സ്ഥാനാർത്ഥികളാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. KPCC മുൻ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന കുമാരസ്വാമിയാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ഒരു കത്ത് നൽകിയിരിക്കുന്നത്. പി കെ ശശിക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണത്തിൽ അന്ന് UDF-ഉം കോൺഗ്രസും വ്യാപകമായി തന്നെ പി കെ ശശിക്കെതിരെ സമരം ചെയ്തിരുന്നു. അതുപോലുള്ളൊരു വ്യക്തിയെല്ലാം ഒറ്റപ്പാലത്ത് എത്തിച്ച് മത്സരിപ്പിക്കുന്നത് ഒരിക്കലും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വിജയസാധ്യതയല്ല, മറിച്ച് പ്രവർത്തകരെ കോൺഗ്രസിൽ നിന്നും അകലാൻ കാരണമാക്കും എന്നുള്ളതാണ് കുമാരസ്വാമി പറയുന്നത്. മാത്രമല്ല, മലമ്പുഴ മണ്ഡലത്തിൽ എ സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ UDF-ഉം കോൺഗ്രസും നടത്തുന്നത്. അവിടെ മലമ്പുഴയിൽ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അതിൽ തന്നെ മത്സരിക്കാനും അതുപോലെ സ്ഥാനാർത്ഥികളാക്കാനും കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ എ സുരേഷിനെ പോലുള്ള ആളുകളെ മത്സരിപ്പിച്ചാൽ അത് കോൺഗ്രസിന് ഒരിക്കലും വിജയത്തിലേക്ക് നയിക്കില്ല എന്നുള്ളതാണ് കുമാരസ്വാമി ഇപ്പോൾ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഒരു ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുമാരസ്വാമി KPCC നേതൃത്വത്തിന് കത്ത് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.